ഹലോ മച്ചന്മാരെ, അപ്പോൾ പുതിയൊരു വീഡിയോയ്ക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്നത്തെ ടോപ്പിക് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഫോട്ടോ എഡിറ്റ് ചെയ്യുന്നൊരു സ്റ്റൈലിനെ പറ്റിയാണ്. അതായത് മൂഡി ആയിട്ടുള്ളൊരു സ്റ്റൈലുണ്ട്. അതായത് മിക്കവാറും ഇപ്പോൾ ഉള്ളവരെല്ലാം യൂസ് ചെയ്യുന്നൊരു സ്റ്റൈലാണത്. അതെങ്ങനെ നമുക്ക് ഫോണിൽ ചെയ്യാമെന്നുള്ളൊരു ട്യൂട്ടോറിയലാണിത്. അപ്പോൾ നിങ്ങൾ സ്കിപ്പ് ചെയ്യാതെ തന്നെ ട്യൂട്ടോറിയൽ കാണുക. പിന്നെ ചാനൽ സപ്പോർട്ട് ചെയ്യുക. അതുകൊണ്ട് സബ്സ്ക്രൈബേഴ്സ് എത്താറായി. ഓക്കെ, അപ്പോൾ ട്യൂട്ടോറിയലിലേക്ക് പോയേക്കാം. ഓക്കെ, അപ്പോൾ നമ്മൾ നല്ലൊരു ഫോട്ടോ എടുക്കണം. അപ്പോൾ ഫോട്ടോ എടുക്കാനായിട്ട് നല്ലൊരു ഫ്രെയിം സെറ്റ് ചെയ്യണം. അപ്പോൾ നമ്മൾ ഒരു സെറ്റ് ചെയ്ത് അപ്പോൾ ഞാൻ മാക്സിമം എക്സ്പോഷർ കുറച്ചിട്ടാണ് ഞാൻ ഫോട്ടോ എടുക്കുന്നത്. ഫോട്ടോഗ്രാഫിയുടെ കാര്യം അവനാണ്, ഞാൻ ഓൺലി എഡിറ്റിങ്ങിൻ്റെ പരിപാടിയാണ് നമ്മുടെ കയ്യിൽ. എന്തായാലും നമ്മളൊന്ന് ട്രൈ ചെയ്ത് നോക്കാം. ഓക്കെ, അപ്പോൾ നല്ല ഷോട്ട് കിട്ടുമെന്ന് ഞാൻ വിശ്വസിക്കും. അപ്പോൾ ഇനി നമ്മൾ സ്നാപ്സീഡിലേക്ക് പോവുക. സ്നാപ്സീഡിൽ ചെന്നിട്ട് ഇതിൻ്റെ അകത്ത് ജസ്റ്റ് സാധാരണ നമ്മൾ സ്നാപ്സീഡ് എഡിറ്റ് ചെയ്യുന്നത് ഫസ്റ്റ് യൂസ് ചെയ്യുന്നത് ഈ ട്യൂൺ ഇമേജ് എന്ന് പറയുന്നൊരു ടൂളാണ്. അത് വെച്ച് നമ്മൾ കളറൊക്കെ അഡ്ജസ്റ്റ് ചെയ്യുക, ബ്രൈറ്റ്നസ് ഇതൊക്കെ അഡ്ജസ്റ്റ് ചെയ്യാം. മാക്സിമം ഇതിൻ്റെ എല്ലാത്തിനെയും കുറച്ചാണ് യൂസ് ചെയ്യുന്നത്, എല്ലാം കുറയ്ക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഞാൻ ഇതുപോലെ തന്നെ ബ്രൈറ്റ്നസ്സും കോൺട്രാസ്റ്റ് ഇതെല്ലാം ഞാൻ കുറച്ചിടുകയാണ്, മാക്സിമം ഞാൻ കുറയ്ക്കുകയാണ് ചെയ്യുന്നത്. എന്നാലേ ആ ഒരു മോഡി ലുക്ക് കിട്ടത്തുള്ളൂ. അപ്പം ബാക്ക്ഗ്രൗണ്ടിൽ നമ്മളിപ്പോൾ മെയിനായിട്ട് ഫോക്കസ് ചെയ്യുന്ന ആ ഒരു ഇലയും പിന്നെ കുറച്ച് ഇലയും കൂടെ ഉണ്ട്. ബാക്കി ബാക്ക്ഗ്രൗണ്ടിൽ വരുന്നതൊക്കെ കറുത്ത് ഡിമായിട്ടിരിക്കണം, ബ്ലാക്ക് കളറിലിരിക്കണം. അതുകൊണ്ടാണ് മാക്സിമം എല്ലാം കുറയ്ക്കുന്നത്. ഓക്കെ, ഇത് കഴിഞ്ഞിട്ട് വരുന്നൊരു ടൂളാണ്, അതായത് കർവ് എന്ന് പറയുന്നൊരു ടൂളാണ്. ഇതാണ് മെയിൻ ഹൈലൈറ്റ് സാധനം. അപ്പോൾ ഈ ടൂളിൽ ഞാനൊരു 3 ഡോട്ട് അതിനകത്ത് ഞാൻ കൊടുത്തിരിക്കുന്നു. അപ്പോൾ ഈ കർവ് നമ്മൾ ഇനി ഒരു എസ് ഷേപ്പിലാണ് നമ്മൾ ആക്കേണ്ടത്. എസ് ഷേപ്പിലാക്കുമ്പോൾ തന്നെ ഓൾമോസ്റ്റ് ആ മോഡി ലുക്ക് ആ പിക്കിന് കിട്ടുന്നതായിരിക്കും. മിക്കവാറും ഉള്ള പിക്കിനല്ല ഇത് തന്നെ ആയിരിക്കും കിട്ടുന്നത്. നിങ്ങൾ മാക്സിമം പിക്ക് എടുക്കാൻ നേരത്ത്, ഫോട്ടോ എടുക്കാൻ നേരത്ത് നിങ്ങൾ മാക്സിമം എക്സ്പോഷർ കുറച്ച് ഇതുപോലത്തെ ഒക്കെ എടുക്കുകയാണെങ്കിൽ അങ്ങനെ നോക്കുക. എന്നിട്ട് ഇതുപോലെ ഈ സെറ്റിങ്സിലിട്ട് നിങ്ങൾ ചെയ്യുക. അതായത് ഈ കർവ് എടുത്തിട്ട് ഈ 3 ഡോട്ട് കൊടുക്കുക. എന്നിട്ട് ഫസ്റ്റ് അങ്ങോട്ട് നീക്കുക. അതിട്ടൊരു എസ് മോഡൽ ആ കർവ് ഇരിക്കണം. അന്നേരം മാത്രമേ ആ മോഡി ലുക്ക് ആ പിക്കിന് കിട്ടുകയുള്ളൂ. അപ്പോൾ ഇത്ര ചെയ്തപ്പോൾ തന്നെ അതിൻ്റെ അകത്തൊരു മോഡി എഫക്റ്റ് വന്നു കഴിഞ്ഞു. ഇനി ഞാൻ ജസ്റ്റ് ഇതൊന്ന് ലൈറ്റ് റൂമിലോട്ട് കൂടി ഇനിയിപ്പോൾ ഇതിൻ്റെ അകത്ത് കുറച്ചൊരു സാച്ചുറേഷൻ്റെ വിഷയമുണ്ട്. അപ്പോൾ അത് ഞാൻ ജസ്റ്റ് ഒന്ന് അഡ്ജസ്റ്റ് ചെയ്തിട്ട് ഇനി നമ്മളിത് ലൈറ്റ് റൂമിലേക്ക് ഇമ്പോർട്ട് ചെയ്യണം. അതായത് ലൈറ്റ് റൂമിൽ ജസ്റ്റ് കളർ ഗ്രേഡിങ് ചെയ്യാനുണ്ട്. ജസ്റ്റ് കളറിൻ്റെ അഡ്ജസ്റ്റ്മെൻറ്റും കാര്യങ്ങളും കളർ കറക്ഷനും ചെയ്തിട്ട് എടുക്കുകയാണെങ്കിൽ പക്കയായിരിക്കും. അത് നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ചെയ്താൽ മതി. അല്ലെങ്കിൽ ഇത്രയും തന്നെ ചെയ്ത് കഴിഞ്ഞാൽ ആ എഫക്റ്റ് അതിൽ കിട്ടുന്നതായിരിക്കും. ആ ഒരു മോഡി എഫക്റ്റ് എൻ്റെ അകത്ത് കിട്ടും. സ്നാപ്സീഡ് മാത്രം ഉപയോഗിച്ച് ചെയ്യുക. പിന്നെ ഞാനിപ്പോൾ എൻ്റെ അകത്ത് ലൈറ്റ് റൂം വരുന്നതിന് എന്താണെന്ന് വെച്ചാൽ എൻ്റെ കളർ കറക്ഷൻ ചെയ്യാനും നമുക്ക് കുറച്ച് കളർ അഡ്ജസ്റ്റ്മെൻറ്റ് കാര്യങ്ങളൊക്കെ അതിനകത്ത് ചെയ്യാനുണ്ട്. അതുകൊണ്ടാണ് ഞാൻ അത് ലൈറ്റ് റൂമിലേക്ക് ചെയ്യേണ്ടത്. ഓക്കെ, അപ്പോൾ നമ്മൾ പിക്ചേഴ്സ് ഇതുപോലെ ഗാലറി ഓപ്പൺ ആകുന്നുണ്ട്. അതിൻ്റെ അകത്ത് നമ്മൾ സെലക്ട് ചെയ്ത് കൊടുക്കുക. അപ്പോൾ പിക്ചർ ഇപ്പോൾ ഇതിൻ്റെ അകത്ത് ഓപ്പൺ ആയിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഇതിൻ്റെ അകത്ത് ടെമ്പറേച്ചർ എന്നൊരു ഒരു ഓപ്ഷൻ ഉണ്ട് ഇതിൻ്റെ അകത്ത്. അപ്പോൾ അത് നമ്മൾ ജസ്റ്റ് ഒന്ന് അഡ്ജസ്റ്റ് ചെയ്യുക. എന്നിട്ട് സാച്ചുറേഷൻ കുറച്ച് അത് കഴിഞ്ഞിട്ട് നമ്മൾ കളർ മിക്സ് എന്ന് പറഞ്ഞാൽ അത് എടുക്കുക. ഇതിൻ്റെ താഴെപ്പാട് നമ്മൾ യൂസ് ചെയ്യുന്ന പച്ച കളർ മാത്രമാണ്. കാരണം അത് മാത്രമേ ഉള്ളൂ ഫ്രെയിമിൽ. നമ്മൾ പച്ച കളർ സെലക്ട് ചെയ്തിട്ട് നമ്മൾ ഇതുപോലെ ചെയ്യുക. ഞാനിപ്പോൾ ചെയ്തിരിക്കുന്ന പോലെ തന്നെ നിങ്ങൾ ചെയ്യുക. അപ്പോൾ നമുക്ക് അത് നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ഇത് കളർ ചെയ്താൽ മതി. നിങ്ങൾ എടുക്കുന്ന ഫോട്ടോയുടെ അനുസരിച്ചിരിക്കും. ഇപ്പോൾ ഞാനിവിടെ ഗ്രീൻ കളറിലാണ് ചൂസ് ചെയ്തത്. അതുകൊണ്ടാണ് ഞാൻ ഗ്രീൻ കളർ മാത്രമായിട്ട് സെലക്ട് ചെയ്തത്. അപ്പം നിങ്ങൾ വേറെ പല കളർ യൂസ് ചെയ്യുന്ന അതേ കളറൊക്കെ അവിടെ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അത് വെച്ച് നിങ്ങൾ മാക്സിമം അഡ്ജസ്റ്റ് ചെയ്യുക. സാച്ചുറേഷനും കാര്യങ്ങളൊക്കെ ഞാൻ ജസ്റ്റ് ഒന്ന് കുറച്ചിടുകയാണ്. എന്നാലേ ആ ഒരു എഫക്റ്റ് നമുക്ക് കിട്ടുകയുള്ളൂ. ഓക്കെ, നമുക്കിനി മിനിറ്റേക്കും കൂടെ ആഡ് ചെയ്യുമ്പോഴത്തേക്കിന് പക്ക കറക്റ്റ് ആ ഒരു പിക്ചർ തന്നെ കിട്ടുന്നതായിരിക്കും. സാറിന് എല്ലാം DSLR ഇട്ട് ഭയങ്കര ഫോട്ടോഷോപ്പിലൊക്കെ ഇട്ടായിരിക്കും എഡിറ്റ് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ അങ്ങനെ നമ്മൾ ഇതുപോലെ തന്നെ ഫോണിലും നമുക്ക് ഇതുപോലൊരു എഫക്റ്റ് ക്രിയേറ്റ് ചെയ്തെടുക്കാൻ പറ്റും. അപ്പോൾ ഈ ചെറിയൊരു വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യാനുണ്ട്. അപ്പോൾ ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് തൊട്ടടുത്താണ് ബെല്ലൈക്കൻ കൂടി എനേബിൾ ചെയ്യുക. അപ്പോൾ അടുത്തൊരു നല്ല വീഡിയോ കാണുന്നതായിരിക്കും. ബൈ.